ഉമാദേവ്യൈ നമഃ. ഓദാനാമോ ജഗത്തിൻ പരമപുരുഷനിൻ ധന്യമാം സർഗകൃത്യം പാഠാനാമോ പ്രപഞ്ച പൊരുളലിയിലുലഞ്ഞാടിടും നിന്റെ രാഗം. നീതാനെല്ലാം നിനയ്ക്കിൽ നിയതിയുടെ കടും കെട്ടുതീർക്കും മഹത്വം മാതാവേ കാത്തുരക്ഷിക്കുക കഴലിണയിൽ ക്ഷീണനായി വീണൊരന്നെ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. അഷ്ടമസ്കന്ധം ഷഷ്ഠാധ്യായം 6-ാമത്തെ അധ്യായമാണ് ഇന്നു മുതൽ നാം അവലോകനം ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നാരായണ മഹർഷി ഭൂലോകവർണ്ണനമാണ് ചെയ്തത്. അതിനുശേഷം വരുന്ന ഈ 6-ാമത്തെ അധ്യായത്തിൽ അവിടെ അവസാനം പറഞ്ഞ വിവിധ നാമങ്ങളാൽ കീർത്തിക്കപ്പെടുന്നതായിട്ടുള്ള ആ ദേവിയുടെ വർണ്ണനവും ആ ദേവിയുടെ ഉപാസന വിധികളെയുമാണ് നാരായണ മഹർഷി ഇവിടെ ശ്രീനാരദന് പറഞ്ഞു കൊടുക്കുന്നത്. ശ്രീനാരായണ ഉവാച അരുണോദാനധീയാതുമയാ പ്രോക്താജ നാരദ മന്ദരാനി പതന്തി സ പൂർവേണായിളാവൃതം പ്ലവേത്. നാരദ, ഞാൻ പറഞ്ഞതായിട്ടുള്ള അരുണോനദി മന്ദരപർവ്വതത്തിൽ നിന്ന് ഒഴുകി ഇളാവൃതത്തിന് കീഴുഭാഗത്തായി ഒഴുകി വരുന്നു. ഈ നദിയിൽ നീരാടുന്നതിനാൽ ഭവാനി ദേവിയുടെയും തോഴിമാരുടെയും ഗന്ധർവപത്നിമാരുടെയും ശരീരം എപ്പോഴും നല്ല സുഗന്ധപൂരിതമായിട്ടിരിക്കും. അവരുടെ ശരീരസുഗന്ധം വഹിക്കുന്നതായിട്ടുള്ള അനിലൻ, അതായത് വായു, മന്ദമായിട്ടൊഴുകി വരുന്നതായിട്ടുള്ള അനിലൻ വായു 10 യോജന വിസ്താരത്തിൽ ചുറ്റുമുള്ള ഭൂമിയെ സുഗന്ധമാക്കണു. ജംബൂഫലങ്ങൾ വളരെ പൊക്കത്തിൽ നിന്ന് അടർന്നു വീഴുന്നതിനാൽ ആനയുടെ തലയോളം വലിപ്പമുള്ള ആ കുരുവൊന്നുമില്ലാത്ത, ബീജങ്ങളൊന്നുമില്ലാത്ത പഴങ്ങളെ തെറിച്ച് അതെല്ലാം അതിൽ നിന്നും അതിൻ്റെ രസങ്ങൾ ഒഴുകി ജംബൂനദി എന്ന പേരിൽ മേരുപർവ്വതത്തിൽ നിന്ന് പുറപ്പെട്ട് ഭൂമിയിൽ നിന്ന് ഇളാവൃതത്തിൻ്റെ ദക്ഷിണപ്രദേശത്തോടുകൂടി പ്രവേശിക്കണു. ജംബൂഫലം നുകരുന്നതിൽ സന്തോഷിക്കുന്നവളാണ് ഈ ജംബുവാദാനി ദേവി എന്നാണ് പേര്. ജംബുവാദാനി ദേവി അവിടെയുള്ള മനുഷ്യർക്കും ദേവന്മാർക്കും നാഗന്മാർക്കും ഋഷിമാർക്കും രാക്ഷസന്മാർക്കുമെല്ലാം പൂജനീയയാണ് ആ ദേവി. അവർക്കെല്ലാം എപ്പോഴും കൃപയും കടാക്ഷവും ചൊരിഞ്ഞുകൊണ്ടിരിക്കണു. പാപികളെപ്പോലും പരിശുദ്ധരാക്കുന്നു ദേവി. ആ ദേവിയെ സ്മരിക്കുന്നവർക്ക് രോഗമില്ലാതാകുന്നുണ്ട്, വിഘ്നങ്ങളില്ലാതാക്കുന്നുണ്ട്. ദേവന്മാരെല്ലാം അതുകൊണ്ട് തന്നെ ആ ദേവിയെ പൂജിക്കുന്നുണ്ട്. കോകിലാക്ഷി, കാമകല, കരുണ, കാമപൂജിത, ഖഡോര വിഗ്രഹ, ധന്യ, നാഗിമന്യ, ഗഭസ്തിനി എന്നുള്ള നാമങ്ങളോടെ മനുഷ്യർ സദാ ഈ ദേവിയെ അവശ്യം പ്രാർത്ഥിക്കേണ്ടതാണ്. ജംബൂ നദിയുടെ ഇരുകരകളിലുമുള്ള മണ്ണ് ജംബൂഫലങ്ങളുടെ ചാറുമായി ചേർന്ന് കുഴഞ്ഞ് കാറ്റും വെയിലുമേറ്റ് ഉണങ്ങിയതാകിയാൽ വിദ്യാധര സ്ത്രീകളും ദേവസ്ത്രീകളും അതുകൊണ്ട് മഹത്തായ ആഭരണമുണ്ടാക്കിയിട്ട് അണിയണു എന്നാണ് പറയണത്. നദിയിലെ സുവർണം തന്നെ ദേവനിർമ്മിതമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ആ സുവർണം കൊണ്ട് ദേവകാമുകന്മാരെ കാമിനിമാർക്ക് വേണ്ടി സദാ കിരീടവും അരഞ്ഞാണവും തോൾവളയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്.
അടുത്ത തന്നെയുള്ള സുപാർശ്വഗിരിയിൽ നിൽക്കുന്ന വലിയ കടമ്പിനെ പറ്റിയാണ് പറയണത്. അതിൻ്റെ കൊമ്പുകളിൽ നിന്ന് 5 ധാരകൾ ഈ സുപാർശ്വഗിരിയുടെ മൂർധാവിൽ വീണിട്ട് ഭൂമിയിലേക്ക് ഒഴുകണു. മധുരരസം പ്രവാഹരൂപത്തിലുള്ള 5 ഇളാമൃതത്തിൻ്റെ പശ്ചിമഭാഗത്തോടുകൂടി ഒഴുകി വരണു. ഇതിലെ ജലം സേവിക്കുന്ന ദേവന്മാരുടെ മുഖത്തിൽ എപ്പോഴും നല്ല ഗന്ധമുണ്ടായിരിക്കും. ആ മുഖം ഗന്ധം പേറുന്നതായിട്ടുള്ള വായു അതോടൊപ്പം 100 യോജന മണം പരത്തിക്കൊണ്ട് സഞ്ചരിക്കണു. ഭക്തർക്ക് അഭീഷ്ടപ്രദായിനിയായിട്ടുള്ള മഹാദേവി ധാരേശ്വരിയാണ് അവിടെ കുടികൊള്ളുന്നത് എന്ന് പറയുന്നു. ദേവപൂജ്യ മഹോത്സാഹ കാലരൂപ മഹാനന കർമ്മഫലദ കാന്താരഗ്രഹണേശ്വരി കരാളദേഹ കാലാംഗി കാമകോടി പ്രവർത്തിനി എന്നീ നാമങ്ങളാൽ സർവദേവന്മാരും ഈ ഈശ്വരിയെ പൂജിക്കണു. കുമുദപർവ്വതത്തിലും ശതബലം എന്ന പേരുള്ള ഒരു മഹാ വടവൃക്ഷമുണ്ട്. വടവൃക്ഷം എന്ന് പറഞ്ഞാൽ ആൽവൃക്ഷം. അതിൻ്റെ താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന വീടുകളിലൂടെ കുമുദപർവ്വതത്തിൻ്റെ മൂർധാവിലേക്ക് പാലും തൈരും തേനും നെയ്യും ശർക്കരയും അന്നവും വസ്ത്രവും ശയ്യയും ആസനങ്ങളും ആഭരണങ്ങളും എല്ലാം ഒഴുകി വരണു എന്നാണ് പറയണത്. സർവാഭീഷ്ടങ്ങളും സാധിക്കുന്നവയാണ് അതെല്ലാം എന്നും പറയുന്നു. അതൊക്കെ ഇളാവൃതത്തിൻ്റെ വടക്കുഭാഗമായി പരന്നൊഴുകിപ്പോകുന്നു. ദേവന്മാരെ കൊണ്ട് സേവിക്കപ്പെടുന്ന മീനാക്ഷി ദേവിയാണ് ആ സ്ഥലത്തിലെ ദേവത. നീലാംബരധര രൗദ്രമുഖി നീലാളകയുമായ ആ ദേവി നാഗനിവാസികളായ ദേവന്മാർക്ക് അഭീഷ്ടഫലങ്ങൾ നൽകുന്ന വരദായിനിയാണ്. അതിമാന്യ അതിപൂജ്യ മത്തമാതംഗഗാമിനി മാനപ്രിയാന്തര മദനോന്മാദിനി മാരവേഗധര മാരപൂജിത മാരമാധിനി മയൂര വര ശോഭാഢ്യ ശിഖിവാഹന ഗർഭു മുതലായിട്ടുള്ള നാമങ്ങളാൽ ഈ മീനാക്ഷി ദേവിയെ ജപിക്കുന്നു, സ്മരിക്കുന്നു. ആ ദേവി പരമേശ്വരി എല്ലാവർക്കും അനുഗ്രഹവും ആത്മവിശ്വാസവും നൽകണു. ആ നദികളിലെ ജലം പാനം ചെയ്യുന്ന മനുഷ്യർക്ക് ഒരിക്കലും ജരാനരകളും ആ ജരാനരകളുടെ ലക്ഷണം പോലും ഉണ്ടാകുകയില്ല എന്നാണ് പറയണത്. ശരീരക്ലേശം മൂലമുണ്ടാകുന്ന വിയർപ്പിൻ്റെ ദുർഗന്ധമോ ജര, രോഗം, മരണം തുടങ്ങിയവയെപ്പറ്റിയുള്ള ഭയം, ശീതം, ഉഷ്ണം, വാദം കൊണ്ടുണ്ടാകുന്ന വിളർച്ച, ശരീരത്തിൽ ത്വക്കുകളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ ഒന്നും ഉണ്ടാവില്ല, ആപത്തൊന്നും ഉണ്ടാവില്ല. ജീവിച്ചിരിക്കുന്ന കാലത്തോളം സുഖമായിട്ടിരിക്കും. ഇനി സുവർണമയമായ സുമേരുവിൻ്റെയും അതിൻ്റെ ചുവട്ടിലായി സ്ഥിതി ചെയ്യുന്ന പർവ്വതങ്ങളുടെയും സ്വരൂപത്തെപ്പറ്റിയാണ് പറയാൻ തുടങ്ങുന്നത്. ഇവിടെ കർണികയിലെ കേസരങ്ങൾ പോലെ 20 പർവ്വതങ്ങൾ മേരുവിൻ്റെ ചുവട്ടിലുണ്ട്. അതൊക്കെ മേരുവിൻ്റെ ചുറ്റിലുമായിട്ടാണ് നിൽക്കുന്നത്. കുരംഗം, കുരകം, കുസുംഭം, വിഗംഗതം, ത്രികൂഢം, ശിശിരം, പതംഗം, രുജകം, നിഷധം, ശിതി, വാസം, കപിലം, ശംഖം, വൈഡൂര്യം, ചാരുതി, ഋഷഭം, ഹംസം, നാഗം, കലഞ്ചരം, നാരദം എന്നാണ് ഈ 20 പർവ്വതങ്ങളുടെ പേര്. എന്ന് ഈ 20